11th ചെന്നൈയിലെത്തണം. പിന്നെ ഏറിയ 2 ദിവസം മതിയാവും എല്ലാ ഫോർമാലിറ്റീസിനും. കോൺസുലേറ്റിലെ ആളുള്ളതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വരില്ല. പിന്നെ നമ്മളിങ്ങ് പറക്കില്ലേ ബുഷിന്റെ നാട്ടിലേക്ക്. ഏയ് സാൻഡി, cheer up yaar. സാൻഡി, നീ ACP സാറിനെ വിളിക്കാൻ. ലവണ്യ, സിഗ്നൽ ഓൺ. മൂവ് മൂവ്. Following us. വേഗം വിളിക്കുക. No sir, I will take care of it. Thank you sir. Hello. Hello sir, ഞാൻ സാൻഡ്രയാണ്. സാൻഡ്ര പറയൂ. ക്രിസ്റ്റി ഞങ്ങളെ ഫോളോ ചെയ്യുന്നു. എവിടെ? ബൈപ്പാസിൽ എവിടെ? ഓക്കെ സാൻഡ്ര, ഹോൾഡ് ഓൺ 1 second. ഹലോ സർ. Nasser, where are you? Okay, listen me carefully. ക്രിസ്റ്റി സാൻഡ്രയെ ഫോളോ ചെയ്യുന്നുണ്ട് ബൈപ്പാസിൽ, പാലാരിവട്ടം സിഗ്നലിനടുത്ത്. You rush to the spot and catch him immediately. Okay. Sandra, don't be panic. CI Nasser civil station roadilunde. You turn to that side. Don't worry, we will catch him. Okay sir. എന്താ പറഞ്ഞേ? നമുക്ക് സിവിൽ സ്റ്റേഷൻ റോഡിലേക്ക് തിരിയണം. Lavanya, fast. Relax. Just relax. Thank God. മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ജീവനോടെ പുറത്തു പോവില്ല. പറടാ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. പറടാ, സത്യം പറടാ. സത്യം പറയാതെ നീ ഇതിനകത്തുനിന്ന് ജീവനോടെ പുറത്തു പോവില്ല. കൊന്നുകളെ ഞങ്ങള്. അറിയില്ല ഞങ്ങളെ. പറയാൻ മര്യാദയ്ക്ക്. എന്തൊക്കെ ചെയ്തിട്ട് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല സർവൻ. സർ, എണീക്കണം അങ്ങോട്ട്. ക്രിസ്റ്റി ലോപ്പസ്, നീ വെറുതെ അഭ്യാസം കാട്ടിയാൽ ദാ ഇവിടെ ഇവിടെ അവസാനിക്കുന്നു. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സത്യം മാത്രം പറ. എന്ത് സംശയം? ഒരു സംശയമില്ല. ഇത് സോളമൻ ആണെങ്കിൽ, ഞാൻ ഇരിക്കുന്നത് ഈ കസേരയിലാണെങ്കിൽ, അത് ടെലിഫോൺ ആണെങ്കിൽ, ഇത് പേനയാണെങ്കിൽ, അവൻ ക്രിസ്റ്റി ലോപ്പസ് തന്നെ. നോട്ട് ഡൗട്ട്. താടി പഠിച്ച് ഊമവേഷം കിട്ടി അവൻ പറ്റിക്കല്ലാതെ നല്ല മണി പോലെ അവൻ എന്റെ മുഖത്തോക്കി സംസാരിച്ചതാ. ഒരു തവണ ഫോണിലും പിന്നൊരു തവണ ഹോട്ടൽ ലോബിയിലും വെച്ച്. വിടരുത് സാർ, അവനെ വെറുതെ വിടരുത്. അവൻ ഊമയല്ല, അല്ല അല്ല. കർത്താവ് തമ്പുരാനാണ്, ഊമയല്ല. ഇതെവിടെ വെച്ച് വിളിച്ചു പറയാൻ ഈ സോളമൻ തയ്യാറാണ്. നോ ഡൗട്ട് സർ, ഇത് അവനാ. അവൻ തന്നെ ക്രിസ്റ്റി ലോപ്പസ്.
ഐ എം ഷുവർ ഇതൊക്കെ അവന്റെ വെറും അഭിനയമാ. സാർ ഇത് ദയവായി വിശ്വസിക്കരുത്. നാസർ, ബോംബെയിലെ നമ്പർ അവൻ ഇവിടെ ഇറക്കുക. യു ഗോ ഹെഡ്. സർ പറയടാ സത്യം. സത്യം പറയുന്ന നിനക്ക് നല്ലത്. കഴിവറ മോനെ, ഇത് നിന്റെ ബോംബെ അല്ല കേരളമാ. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണോ അവനെ. നീ പറയില്ലടാ. അപ്പൊ നീ ജീവിക്കണ്ട പട്ടി. എടുത്ത് ചാത്രോ അവനെ. എത്രയായി? 20 രൂപ. നമസ്കാരം സർ. സർ, എന്റെ കൂട്ടുകാർ സത്യയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടെന്ന് അറിഞ്ഞു വന്നതാ ഞങ്ങള്. സത്യ? അതെ സാർ, കാക്കനാട് വെച്ച് ഒരു മഞ്ഞ ബൈക്ക് സഹിതം ഇങ്ങോട്ടാ കൊണ്ടുവന്നതെന്ന്. എന്റെ പൊന്നു സാറേ, അത് മോഷണ ബൈക്ക് ഒന്നുമല്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയ ഞങ്ങളുടെ സ്വന്തം വണ്ടി തന്നെയാ. ദാ അതിന്റെ RC ബുക്കും മറ്റു പേപ്പേഴ്സും ഒക്കെ. RC ബുക്കും പേപ്പേഴ്സും? ആളെ കൊല്ലാൻ നടക്കുന്നവൻ ആരാടോ ബുക്കും പേപ്പറും കൊടുത്തത്? ആളെ കൊല്ലാനോ? ആരെ കൊല്ലാൻ? സാറിന് എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഈ ഇരിക്കുന്ന സാൻഡ്ര പുന്നൂസിനെ കൊല്ലാൻ പണം വാങ്ങി കരാർ ഉറപ്പിച്ച പ്രൊഫഷണൽ കില്ലറാണവൻ, ക്രിസ്റ്റി ലോപ്പസ്. സാർ, ഇത് ക്രൂരതയാണ് സാർ. സാർ, അവൻ ക്രിസ്റ്റിയോ ലോപ്പസ് ഒന്നുമല്ല. അവന്റെ പേര് സത്യ എന്നാ. എന്റെ കൂട്ടുകാരൻ സത്യ. അവന് മിണ്ടാൻ പോലും കഴിയില്ല. അവൻ ഊമയാ. സാർ, ബാദുഷ പറഞ്ഞത് നേരാ. അവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പിറന്ന് 4 വയസ്സ് തികയും മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ആരാലോ ഉപേക്ഷിക്കപ്പെട്ടവൻ. അവന് സത്യ എന്ന് പേരിട്ടതും വളർത്തി വലുതാക്കിയതും ഈ ഞാനാ. എന്റെ ഓർഫനേജിൽ ഞാൻ വളർത്തിയ കുഞ്ഞാണവൻ. അവന് സംസാരശേഷി പോലും ഇല്ല. പ്ലീസ് ബിലീവ് മീ സാർ. സാർ ഇതൊന്ന് നോക്കണം. ഞങ്ങളുടെ റോക്ക് ബാൻഡിലെ ഡ്രമ്മറാണ് അവൻ. സാറിന് എന്നെ വിശ്വസിക്കാം. കള്ളം പറയില്ല ഞാൻ. അവനൊരു കൊലയാളിയല്ല. ഒരിക്കലും ഒരു കൊലയാളിയാവാൻ എന്റെ കുഞ്ഞിന് കഴിയില്ല. സാറിന്റെ സംശയം ഇനിയും തീർന്നില്ലെങ്കിൽ ഹോട്ടൽ കാസിനിലേക്ക് സാറിന് ഫോൺ ചെയ്ത് ചോദിക്കണം. വർഷങ്ങളായി ഞങ്ങളുടെ ട്രൂപ്പോടെ പ്രോഗ്രാം നടത്തുന്നതാ. സാർ, ദയവ് ചെയ്ത് ഇനി അവനെ ഉപദ്രവിക്കരുതെന്ന് പറയണം. പ്ലീസ്. നാസർ, ലിവിൻ. മേത്താട്ട് സൂചി കുത്തി കയറ്റിട്ടും അവൻ അറിഞ്ഞിട്ടില്ല. മനോരാജ്യം കണ്ട് കിടക്ക പ്രേമകുമാരൻ. പോലീസിന്റെ ഇടി കൊണ്ട് എല്ലും മുള്ളും നുറുങ്ങി. എന്നിട്ട് അവനൊരു കുലുക്കില്ല. ഇതാ പെണ്ണ് കൂടോത്രം ചെയ്തതാ ഉറപ്പ്. ആ നസ്രാണി പെണ്ണെ കുന്തിരിക്കത്തിൽ കൂടോത്രം ചെയ്ത് നിന്റെ അണ്ണാക്കി തള്ളിക്കാണും. അല്ലെങ്കിൽ ഇങ്ങനെ മാറുമോ മനുഷ്യന്മാര്? ചിരിക്കണ്ട. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. നീയാണോ അവളെ കൊല്ലാൻ നടക്കുന്നതെന്ന് പോലീസിനോട് അവളെ ആണിട്ട് പറഞ്ഞില്ലേ? അതല്ലേടാ അവന്മാര് നിന്നെ എടുത്തിട്ട് ചാച്ചത്. അത് മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ കിനാവ് കണ്ട് കിടക്കുവാരെങ്കിലും മാരങ്ങോടൻ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനുള്ളതാ പറഞ്ഞത്. ഇനിയെങ്കിലും നോക്കി കണ്ട് നടന്നില്ലെങ്കിലേ അവളെ നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ. പറഞ്ഞു നാക്കെടുത്തില്ല. ദാ വന്നു. സത്യ, നിന്റെ കാര്യം പോക്കാടാ. ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവും, അറിയാം. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഒരേപോലെ തോന്നിക്കുന്ന 2 പേർ, ജസ്റ്റ് ലൈക്ക് ട്വിൻസ്. അതിലൊരാൾ കൊലയാളി, എ കോൾഡ് ബ്ലഡഡ് മർഡറർ. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും. മണിയടിക്കാൻ വന്നതാണോ? നീ മൈൻഡ് ചെയ്യണ്ട, വെയിറ്റിട്ട് കിടന്നോ. സംഭവിച്ചതിന്റെ ഒക്കെ പേരിൽ മോക്ക് നല്ല വിഷമമുണ്ട്. ഷീ ഫീൽസ് വെരി സോറി. സത്യം നേരിൽ കണ്ട് മാപ്പ് പറയണമെന്ന് ഒരേ വാശി. അതാ ഞങ്ങള്.
എന്താ പേര്? സോളമൻ. ഇങ്ങനെ അതെ, ഇടിച്ച് കൂമ്പ് വാട്ടിച്ചിട്ടേ ക്ഷമ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ തൊറ്റ സംഭവത്തോടെ ഇവന്റെ ഹാർട്ട്, ലിവർ, ബ്രെയിൻ ഒക്കെ ഡാമേജായി. കിഡ്നിയുടെ പരിപ്പാണെങ്കിൽ ഇളകി കിടക്കുക. എന്റെ ഒരു കിഡ്നി എടുത്തവന് ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം കിഡ്നി ഇല്ലാതെ ഞാനെങ്ങനെ പാടും? ഒരു കിഡ്നി വെച്ച് എങ്ങനെ അവൻ കൊട്ടു? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ആശുപത്രി ചിലവിന് പോലും വകയില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഞാൻ അറിയാതെ കരയണ്ട മിസ്റ്റർ ബാദുഷ. ആശുപത്രി ചെലവിനെ കുറിച്ച് നിങ്ങൾ ഒന്നും അറിയണ്ട. അപ്പൊ ഞങ്ങൾ നോക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാൻ അവിടുത്തെ ഓർഡർ. അവിടുത്തെ നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് 4 പ്ലേറ്റ് പൊറോട്ടെ 4 ബീഫും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ വിശദമായിട്ട് സംസാരിക്കാം. ഒന്നും അറിഞ്ഞോണ്ടല്ല സത്യ, വല്ലാത്തൊരു അപകട സന്ധിയില്ല ഞാൻ. അതിന്റെ ഒരു ടെൻഷനില് ഇങ്ങനെയൊക്കെ. ഒരിക്കൽ വലിയൊരു അപകടത്തിൽ നിന്നും സത്യ എന്നെ രക്ഷപ്പെടുത്തി. അതിനു പകരം ഞാൻ സത്യക്ക് തന്ന സമ്മാനം. I'm sorry. I'm really sorry സത്യ. മൂന്നാറിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കായിരുന്നു ഒഴിവുകാലത്തെ ആ യാത്ര. ചിരിച്ച് കളിച്ച് സന്തോഷിച്ച്. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ആ യാത്രയുടെ ഒരു സുഖം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എന്നെ എന്ത് സ്നേഹമായിരുന്നെന്നോ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും. ആരെയും മനസ്സുകൊണ്ട് പോലും നോവിക്കാത്ത 2 സാധു ജന്മങ്ങൾ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല സത്യ, എന്തിനാ ദൈവം ഇങ്ങനെ? പപ്പയും അമ്മയും ഇല്ലാത്ത ലോകം എന്നെ മറ്റെന്തൊക്കെയോ ആക്കി മാറ്റി. വാശി, മുൻകോപം. ഞാൻ ശരിക്കും ഒരു ബോറ് കേസാ അല്ലേ സത്യ? ഞാനൊരു സത്യം പറയട്ടെ. എത്രയോ നാളുകൾക്ക് ശേഷം സത്യയുടെ അടുത്തിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും സാന്നിധ്യം ഞാൻ അറിയുന്നു. സത്യ ഉള്ളപ്പോൾ ഒന്നും പേടിക്കാനില്ലാത്തതുപോലെ എനിക്ക് വേണ്ടി കാവലിരിക്കാനായി ആരൊക്കെയോ ഉള്ളതുപോലെ. സത്യക്കറിയോ, ഇപ്പോ ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം, സമാധാനം എത്ര വലുതാണെന്ന്. ഇനി സാൻഡ്ര ജീവിക്കും. ജീവിതത്തെയും മരണത്തെയും പേടിക്കാതെ ജീവിക്കും. അതിനുള്ള ധൈര്യം ഇപ്പൊ എന്റെ മനസ്സിനുണ്ട്. സത്യ,